ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൂപ്പർ നോട്ട്സ് പവേർഡ് ബൈ സിവിലിയൻസ്. ഈ വർഷം നടക്കാൻ പോകുന്ന ഡിഗ്രി തല പ്രാഥമിക പരീക്ഷകൾ പ്രിലിംസ് എക്സാം മെയ് 24 ആരംഭിക്കുകയാണ്. സോ അതിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച PYQ സോൾവിങ് സെഷനാണിത്. അപ്പം ഇത് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ സോൾവിങ് സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മോഡ്യൂൾസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡ്യൂൾസിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് തരും. വെറും മിയർ ക്വസ്റ്റ്യൻ സോൾവിങ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കണ്ടന്റ് അല്ലെ കൺസെപ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ്, ഇതെല്ലാം നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഭാഗമാക്കുന്നുണ്ട്. സോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് കൃത്യമായിട്ട് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ 5-ൽ 4 മാർക്ക് അനായാസം സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം എന്നുള്ള മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഷണൽ ഇൻകം എന്നുള്ള മൊഡ്യൂളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 3 ഇക്വേഷൻസ് ആണ്. നാഷണൽ ഇൻകത്തിൽ നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഇക്വേഷനാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 3 ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഒന്നാമത്തത് മാർക്കറ്റ് പ്രൈസ് എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി 2 ഇക്വേഷൻസ് കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വരുന്ന വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഗ്രോസ് ടു നെറ്റും തിരിച്ച് നെറ്റ് ടു ഗ്രോസും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടു നാഷണലും തിരിച്ച് നാഷണൽ ടു ഡൊമസ്റ്റിക്കും. ഓക്കെ, അപ്പം ഈ 3 സെറ്റ് ഇക്വേഷനാണ്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എന്നുള്ള കൺസെപ്റ്റ് ഐഡിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 075/2021. 2021 2 ഘട്ടമായിട്ട് പ്രിലിംസ് നടന്നു. അതിൽ ആദ്യത്തെ ഘട്ടമാണ് 75/21. അതിൽ ചോദിച്ച ചോദ്യം. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക. ക്വസ്റ്റ്യൻസ് കണ്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് കണ്ട ശേഷം നമുക്ക് ഈ ചോദ്യം, ദിസ് ഈസ് അഗൈൻ എ സെയിം ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അഗൈൻ, ഐ മീൻ ക്വസ്റ്റ്യൻ ആൻസർ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ്റെ മീൻസ് കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ ചോദ്യം അത് തന്നെ ആയിരുന്നു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഏരിയ ആണ്. ഇതെല്ലാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ഐഡിയ മാർക്കറ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിയണം. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, നമുക്കറിയാം നാഷണൽ ഇൻകത്തിൽ എന്താണ് നാഷണൽ ഇൻകമായിട്ട് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ദേശീയ വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമതയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തോത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് നാഷണൽ ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ തോത് സാധാരണ അക്കൗണ്ട് ചെയ്യുന്ന യൂണിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ നാഷണൽ ഇൻകം എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് കറൻസി വാല്യൂ ആണ്. കറൻസിയിലാണ് നമ്മൾ നാഷണൽ ഇൻകം എക്സ്പ്രസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി അക്കൗണ്ട് ചെയ്യും, ഇൻഡിവിജ്വലായിട്ട് ക്വാണ്ടിറ്റി എത്ര ഉൽപ്പാദിപ്പിച്ചു നോക്കും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? ആ ക്വാണ്ടിറ്റിയെ അതിൻ്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ പ്രൈസ് എടുത്തിട്ട് ആ രാജ്യത്ത് എന്തുമാത്രം ഉൽപ്പാദനം ഉണ്ടോ ആ ഉൽപ്പന്നങ്ങളുടെ എല്ലാം ഈ ടോട്ടൽ പ്രൈസ് കൂട്ടി പറയുന്നതാണ് നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി. സോ ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ യൂണിറ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടയുടെ വില 550 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 550 എന്നുള്ള ആ യൂണിറ്റ് പ്രൈസ് അടിസ്ഥാന വിലയിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? വാട്ട് യു തിങ്ക്? എന്തെങ്കിലും ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണോ ഈ കുടയ്ക്ക് 550 എന്നുള്ളൊരു യൂണിറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്? എന്തെങ്കിലും മാനദണ്ഡം നോക്കിയിട്ടാണോ, അതോ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ നേരെ 550 എന്നുള്ള വില ഇടുകയാണ് ചെയ്യുന്നത്? സോ ഇഫ് യു ഗോ ബൈ ലോജിക് നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും അടിസ്ഥാന വില നിശ്ചയിക്കുന്നത്. എന്താണ് ആ മാനദണ്ഡം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ ഘടകങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും വില നിശ്ചയിക്കാൻ. ഞാനിപ്പോൾ പറഞ്ഞ മലയാളത്തിലെ ആ വാക്കുകൾ ഏതൊക്കെയാണ്? ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ ഘടകങ്ങൾ. അതാണെന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ ഘടകങ്ങൾ. ഉൽപ്പാദനത്തിൻ്റെ പിന്നിൽ 4 ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, ഇങ്ങനെ 4 ഘടകങ്ങളാണ് നമുക്ക് ഉൽപ്പാദനത്തിൻ്റെ പിന്നിലുള്ളത്.
ഉദാഹരണത്തിന് ആ കുടയുടെ വില നമുക്ക് ഇവിടെ എടുക്കാം. 550 രൂപയാണ് എങ്കിൽ ലാൻഡിനൊരു 100 രൂപ, ലേബറിനൊരു 100 രൂപ, ക്യാപിറ്റലിനൊരു 100 രൂപ, ഓൺട്രപ്രണർക്ക് ഒരു 250 രൂപ. ഇത് കൂട്ടുമ്പോഴല്ലേ 550 വരുന്നത് അല്ലേ? സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇട്ട വിലയായതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ കോസ്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫാക്ടർ കോസ്റ്റ്. എന്നാൽ ഈ വിലയ്ക്കാണോ ഈ കുട മാർക്കറ്റിൽ എത്തുന്നത്? 550 എന്നുള്ള ഫാക്ടർ കോസ്റ്റിലാണോ കുട മാർക്കറ്റിൽ എത്തുന്നത്? അല്ല, മറിച്ച് മാർക്കറ്റ് പ്രൈസിലാണ് കുട മാർക്കറ്റിൽ എത്തുന്നത് അല്ലെ. ഈ കുട മാർക്കറ്റിൽ എത്തുമ്പോൾ അതിന്റെ വിലയെ വിളിക്കുന്ന പേരെന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്നാണ്. അപ്പൊ എന്താണ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ബന്ധം? മാർക്കറ്റ് പ്രൈസിൽ മനസ്സിലാക്കുക, മാർക്കറ്റ് പ്രൈസിൽ ഫാക്ടർ കോസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 550 രൂപ അടിസ്ഥാന വില അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് ഉള്ള ഒരു കുടയുടെ മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് 580 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ആ 580 എന്നുള്ള വിലയെ നിങ്ങൾക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ആ 550 എന്നുള്ള ഫാക്ടർ കോസ്റ്റ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഉൽപാദകൻ നിശ്ചയിച്ച വിലയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. 580 ആ ഫാക്ടർ കോസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എത്ര അടേ ബാക്കിയുള്ളത്? ഒരു 30 രൂപ. ഈ 30 രൂപ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. 30 രൂപ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതിയാണ്. ഈ 550 30 കൂടെ കൂട്ടുമ്പോഴാണ് എന്ത്? 580 കിട്ടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള വിപണി വില 2 വിലകൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 വിലകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്? ഒന്ന്, ഉൽപാദകൻ നിശ്ചയിച്ച ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും ഉൽപാദകൻ നിശ്ചയിച്ച അടിസ്ഥാന വിലയായ ഫാക്ടർ കോസ്റ്റും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയായിട്ടുള്ള പരോക്ഷ നികുതി അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ്, MP എഴുതുന്ന മാർക്കറ്റ് പ്രൈസ് ആണ്, മാർക്കറ്റ് പ്രൈസ് അക്രൂസ് ടു 2 പാർട്ടീസ് എന്ന് പറയാറുണ്ട്. മാർക്കറ്റ് പ്രൈസ് അക്രൂസ് ടു 2 പാർട്ടീസ്. അക്രൂസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഗുണപ്പെടുക എന്നാണ്. ഗുണപ്പെടുക. മാർക്കറ്റ് പ്രൈസ് 2 കൂട്ടർക്ക് ഗുണകരമാകുന്നു, 2 കൂട്ടർക്ക് ഗുണപ്പെടുന്നു. അതായത് 580 രൂപയ്ക്ക് ഈ കുട വിറ്റഴിയുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന്, ഫാക്ടർ കോസ്റ്റിന്റെ രൂപത്തിൽ അത് ഉൽപ്പാദിപ്പിച്ച ഫേമിന് ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും ലാൻഡിന്റെ റെന്റായിട്ട് കിട്ടും, തിരിച്ചു കിട്ടും. ലേബറിനുള്ള സാലറി അതിൽ നിന്ന് കിട്ടും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കിട്ടും. ഓൺട്രപ്രണർക്കുള്ള പ്രോഫിറ്റും അതിൽ നിന്ന് കിട്ടും. 550 രൂപയുടെ വിലയുള്ള സാധനം 580 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിൽ 550 എന്നുള്ള വിഹിതം അതിന്റെ ഉൽപ്പാദിപ്പിച്ച ഫേമിലേക്ക് ഫാക്ടർ ഇൻകംസ് ആണ്. റെന്റ്, സാലറി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, പ്രോഫിറ്റ് തിരിച്ചു കിട്ടും. ഖജനാവിലേക്ക് എന്താണ്? ഓരോ കുട വിറ്റഴിയുമ്പോഴും 30 രൂപ വീതം പബ്ലിക് എക്സ്ചെക്കറിന് ഖജനാവിലേക്ക് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനായിട്ടുള്ള ഒരു ഫണ്ടായിട്ട് ചെല്ലുകയും ചെയ്യും. അതായത് നികുതി വരുമാനമായിട്ട് ചെല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് അക്രൂസ് ടു 2 പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടർ കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണെന്നൊരു ധാരണയായി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ ആണ്. ഇന്നലെ ഒരു ലൈവ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് എന്താണ്, നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഒരു ക്ലാസിൻ്റെ ശൈലിയിൽ ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് ലൈവ് വീഡിയോ PYQ സീരീസ് എന്നുള്ള വീഡിയോ. അപ്പോൾ ലൈവിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ഇങ്ങനെ ഡിസ്ക്രീറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സീരീസ് ആയിട്ട് ചെയ്ത് പ്ലേലിസ്റ്റ് ആക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ ടോപ്പിക്കിൽ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ചാനലിൽ പോയിട്ട് ലൈവ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈവ് വീഡിയോ ഉണ്ട് PYQ എക്കണോമിക് സീരീസ് എന്നുള്ള, അത് കണ്ടു കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ ആണ്. മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നോക്കൂ, മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 580 എന്നുള്ളത് 550 പ്ലസ് 30 ആണെന്നിരിക്കെ ഫാക്ടർ കോസ്റ്റ്, ഇത് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിന് എക്സ്പെക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് അല്ലേ. പക്ഷേ ഇതല്ല മാർക്കറ്റ് പ്രൈസിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. മാർക്കറ്റ് പ്രൈസിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മനസ്സിലാക്കുക. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്, അല്ലാതെ വെറുതെ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നല്ല. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് വന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ,
സോ ഈ ഇക്വേഷനിൽ നിങ്ങൾക്കറിയാം ഒരു നെറ്റ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. എന്ത് നടന്നിട്ടുണ്ട്? ഒരു നെറ്റ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. എന്താണ് നെറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനുള്ളതൊക്കെ കൂട്ടി കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ച ശേഷം കിട്ടുന്ന വാല്യൂവിനാണ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും നെറ്റ് ഓപ്പറേഷൻ. ആ നെറ്റ് ഓപ്പറേഷൻ നടന്നത് എവിടെ? ഫാക്ടർ കോസ്റ്റിലാണോ? അല്ല, നെറ്റ് ഓപ്പറേഷൻ നടന്നത് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വന്നത് അല്ലേ. അപ്പോൾ ഈ നെറ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി കുറയ്ക്കുകയാണ് ചെയ്തത്. ആദ്യമേ മനസ്സിലാക്കിയോ, സബ്സിഡി കുറയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 500 രൂപയാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് പ്രൈസ് 500 രൂപയാണെന്ന് കരുതുക. അതിന് 50 രൂപ സബ്സിഡി പ്രഖ്യാപിച്ചുവെങ്കിൽ പിന്നെ അതിൻ്റെ ഫൈനൽ പ്രൈസ് എത്ര ആയിരിക്കും? 500 നിന്ന് 50 കുറച്ച ശേഷം 450 ആയിരിക്കില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറയേണ്ട ഒരു സംഗതിയല്ലേ? സബ്സിഡി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഇവിടെയും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറഞ്ഞിരിക്കുകയാണ്? സബ്സിഡി കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ആരാണ് സബ്സിഡി കുറയ്ക്കേണ്ടത്? മാർക്കറ്റ് പ്രൈസ് എന്നുള്ള വില നിശ്ചയിക്കുന്ന ആരാ? ഒന്ന് ഫേമും അത് ഉൽപ്പാദിപ്പിച്ച ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച ഫേം, ആ സംരംഭകരും, പിന്നെ ഒന്ന് ഗവൺമെൻറ്റുമാണ്. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് ടാക്സ്, ഫേം നിശ്ചയിക്കുന്ന വിലയാണ് ഫാക്ടർ കോസ്റ്റ്. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി. ഇതിൽ ആരാണ് സബ്സിഡി നൽകേണ്ടത്? ഉൽപ്പാദകനാണോ സബ്സിഡി നൽകേണ്ടത്, അതോ ടാക്സ് വാങ്ങുന്ന ഗവൺമെൻറ് ആണോ സബ്സിഡി നൽകേണ്ടത്? ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണെന്ത്? സോഷ്യലിസം എന്നുള്ളത് അല്ലേ. പ്രോ പുവർ ആണ് നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോളിസീസ്, എക്കണോമിക് പോളിസീസ് പ്രോ പുവർ ആണ്. അപ്പോൾ ലോ ടു മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങളും സാധനങ്ങളും, പ്രത്യേകിച്ച് ഭക്ഷ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട അമ്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് ഹൈലി സബ്സിഡൈസ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് സബ്സിഡി എന്ന് പറയുന്ന ഒരു എന്താ പറയേണ്ട ഒരു സോഷ്യൽ വെൽഫെയർ മെഷർ ഉണ്ട്. ആ സബ്സിഡി നൽകാനുള്ള ബാധ്യത ആർക്കാണ്? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർക്കാണോ അതോ ഗവൺമെന്റിനാണോ? മനസ്സിലാക്കിക്കോ, നികുതി വാങ്ങുന്ന സർക്കാർ വേണം എന്ത് നൽകാൻ? സബ്സിഡി നൽകാൻ. അല്ലാതെ ഉൽപ്പാദകനോട് വില കുറച്ച് കൊടുക്കണമെന്ന് പറയുന്നത് നീതികേടല്ലേ? അപ്പം നെറ്റ് ഓപ്പറേഷൻ നടക്കേണ്ടത് എവിടെ അല്ല? ഉൽപ്പാദകൻ നിശ്ചയിച്ച വിലയായ ഫാക്ടർ കോസ്റ്റിലല്ല, മറിച്ച് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയായ ഇൻഡയറക്റ്റ് ടാക്സിലാണ് എന്ത് നടക്കേണ്ടത്? നെറ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള സബ്സിഡി കുറയേണ്ടത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് അതുപോലെ എഴുതുന്നു. അതായത് ഉൽപ്പാദകനല്ല സബ്സിഡി കൊടുക്കേണ്ടത്, ഫാക്ടർ കോസ്റ്റ് അതുപോലെ എഴുതി. ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, എന്നിട്ട് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നാണ് സബ്സിഡി കുറയേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് വരും. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കൺസെപ്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്കണം, നെറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഫാക്ടർ കോസ്റ്റിലല്ല, മറിച്ച് എവിടാണ്? രണ്ടാമത്തെ ടേം ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സിലാണ്. കാരണം നികുതി വാങ്ങുന്ന സർക്കാർ വേണം എന്ത് ചെയ്യാൻ? സബ്സിഡി നൽകാൻ. അപ്പം നെറ്റ് ഓപ്പറേഷൻ നമ്മൾ ടാക്സിന്റെ ടേമിലാണ് നടത്തിയത്, ഉൽപ്പാദകന്റെ ടേം ആയിട്ടുള്ള. അതുകൊണ്ട് ഇക്വേഷൻ നെറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നല്ലല്ലോ, മറിച്ച് എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ്. സോ നിങ്ങൾക്ക് അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി ഇക്വേഷൻ എടുത്തെഴുതാം. മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ: ഫാക്ടർ കോസ്റ്റ്, ഉൽപ്പാദനം നിശ്ചയിച്ച വിലയായ ഫാക്ടർ കോസ്റ്റ് കൂട്ടുന്നു, ഗവൺമെന്റ് നിശ്ചയിച്ച വിലയായ ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുന്നു, ഗവൺമെന്റ് നിശ്ചയിച്ച വിലയായ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കണം. അപ്പോൾ 3 ടേം ഉണ്ട്. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുന്നു. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടേംസിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ അകത്തായി. ആ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നുള്ള ടേം ആണെന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സോ ഇത് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, കൺസെപ്ച്വലി മനസ്സിലാക്കുക വേണ്ടത്. നെറ്റ് ഓപ്പറേഷൻ എവിടെ നടന്നു, അല്ലെങ്കിൽ സബ്സിഡി എവിടെ നിന്ന് കുറച്ചു. ഇനി ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താടേ? ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ഇത് അതിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ഇത് സബ്സിഡി ഉള്ളതിന് ഉപയോഗിക്കാം, സബ്സിഡി ഇല്ലാത്തതിന് ഉപയോഗിക്കാം. സബ്സിഡി ഉണ്ട് എങ്കിൽ സബ്സിഡിയുടെ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി സബ്സിഡി ഇല്ല എന്നുണ്ടെങ്കിൽ സബ്സിഡിക്ക് 0 ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ദിസ് ഈസ് ആൻ ഓൾ എൻകോമ്പസിങ് ഇക്വേഷൻ അല്ലേ. ഇതെന്താണ്? ഇത് സബ്സിഡി ഉള്ളതിനും ഇല്ലാത്തതിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻസ് രണ്ടും നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇത് തന്നെ മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഈ 2 ഇക്വേഷൻ നിങ്ങൾ അറിയണം. ഇതിൻ്റെ LHS to RHS കൺവേർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷൻ എന്തായി മാറും? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എന്നാവും. ഈ ഇക്വേഷൻ എന്തായി മാറും? ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാവും. ഓക്കെ, ഈ 2 സെറ്റ് ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് യു നീഡ് ടു ബി തറോ വിത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ചോദ്യം ജി ഡി പിയിലാണ്, ഉത്തരങ്ങളെല്ലാം ജി ഡി പി തന്നെ. അപ്പം ജി ഡി പിയിൽ ഇവിടെ എന്ത് ചെയ്യണ്ട, മാറ്റങ്ങളൊന്നും വരുത്തണ്ട, എല്ലാ ആൻസറും ജി ഡി പി തന്നെ. ഇത് അടിസ്ഥാനപരമായിട്ട് എന്ത് സംബന്ധിച്ചുള്ള ചോദ്യമാണ്? മാർക്കറ്റ് പ്രൈസ് സംബന്ധിച്ചിട്ടുള്ള ചോദ്യം. മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെ ആണെങ്കിൽ ഫാക്ടർ കോസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും ഇവിടെ? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. വളരെ സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് അറിയാം, ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് അത് അപ്ലൈ ചെയ്ത് ആൻസറിലെത്താം. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി ടേംസ് എന്താണെന്നുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ലെക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ലെക്ചർ നിങ്ങൾ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആസച്ച് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ മോറോർലെസ് ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. 38/2024 കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. എഗെയിൻ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദ്യം. തന്നിരിക്കുന്ന ആൻസർ എല്ലാം ജി ഡി പി തന്നെയാണ്. സോ ജി ഡി പിയെ സംബന്ധിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങൾ അറിയേണ്ടത് ഫാക്ടർ കോസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ ആണ്. ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇവിടെയും ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ തന്നെ ആൻസർ കിടപ്പുണ്ട്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ പോരെ. അടുത്ത ദിവസത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പാസീവ് വൺസ് ഇൻക്ലൂഡ്. ഇത് 2021 പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ദർ ആർ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്. ഇതിൽ ഈ ലേബറും ഓൺട്രപ്രണർഷിപ്പും ഹ്യൂമൻസ് അല്ലേ? ഹ്യൂമൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? മനുഷ്യനാണല്ലോ. അതായത് മനുഷ്യൻ്റെ സ്കില്ലും അവൻ്റെ എംപ്ലോയബിലിറ്റിയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഐഡിയാസും ആണല്ലോ ലേബർ എന്നും എംപ്ലോയ്മെൻ്റ് എന്നും പറയുന്നത് അല്ലേ? എന്നാൽ ലാൻഡ് എന്ന് പറയുന്നതും ക്യാപിറ്റൽ എന്ന് പറയുന്നതും മനുഷ്യൻ്റെ സ്കില്ലും ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷനിലാണെങ്കിൽ അതിനെ ആ നിലയ്ക്ക് എന്താ പറയണ്ടേ, നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത്? ലാൻഡിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുകയല്ലേ വേണ്ടത്? അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രൊഡക്ഷനായിട്ട് വിനിയോഗിക്കപ്പെടുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ലാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും വിനിയോഗിക്കപ്പെടുന്നത് ആര് വഴിയാണ്? മനുഷ്യർ വഴിയാണ്. സോ ഇറ്റ് റിക്വയർസ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഫോർ ലാൻഡ് ആൻഡ് ദ ക്യാപിറ്റൽ ടു ബി എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ആ നിലയ്ക്ക് ഹ്യൂമൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലെ ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ലാൻഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാസീവുമാണ്. ലാൻഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുമോ? അപ്പം നിങ്ങൾ റോഡ് സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു പുരയിടം കാണുന്നു, വെറുതെ കാലിയായിട്ട് കിടക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു 2 മാസം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു മാരുതിയുടെ ഷോറൂം വരുന്നു അല്ലേ? ആ ലാൻഡ് പ്രൊഡക്റ്റീവായി മാറി. കാരണം എന്താണ്? ആ ലാൻഡിൻ്റെ ഓണറിന് ഇനി തൊട്ട് റെൻ്റൽ ഇൻകം കിട്ടും. ആ മാരുതിയുടെ ഷോറൂം അവിടെ വന്നത് വഴി ചുരുങ്ങിയതൊരു 30 പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. മാരുതി എന്ന് പറയുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സർവീസും മെയിൻ്റനൻസും സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ വരുമാനത്തിലോട്ട് പല രീതിയിൽ ഗുഡ്സായിട്ടും സർവീസായിട്ടും ആ ലാൻഡും ആ ഫേമും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാൻഡും ഫേമും കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ ഒരു ഓൺട്രപ്രണർ വന്ന് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഈ പറയുന്നത് പോലെ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യർ അവിടെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ലാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസിൻ്റെ ഇടപെടൽ വേണം. ആ നിലയ്ക്ക് ഹ്യൂമൻസ് ആയിട്ട് വരുന്ന ലേബറും ഓൺട്രപ്രണർഷിപ്പ് ആക്റ്റീവ് ആണ് എങ്കിൽ പാസീവ് കമ്പോണൻസ് ഏതൊക്കെയാണ്? ലാൻഡും ക്യാപിറ്റലും ആണ്. ഇതാണ് അവിടെ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഇതാണ്. സോ അങ്ങനെ ആണ് എങ്കിൽ ഇതിൻ്റെ ആൻസർ ഏത് വരും? എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പാസീവ് വൺസ്. നമുക്കറിയാം ലാൻഡ് ഒരു പാസീവ് എന്ന് എഴുതി ഓപ്ഷൻ എ ബി സി ഡിയിൽ ആദ്യമേ കയറി എ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റി. കാരണം എന്താ? ബാക്കി ഓപ്ഷൻസ് കൂടെ വായിച്ചു നോക്കണം. ബി ലേബർ പാസീവ് അല്ല, ആക്റ്റീവ്. അപ്പോൾ ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സി ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഇപ്പോൾ 2 മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു ഓപ്ഷനല്ലേ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചാടിക്കയറി ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഡി കിടപ്പുണ്ടായിരുന്നു, എന്ത്? ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. സോ അതിൻ്റെ ആൻസർ ഡി ആണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ മാർക്കറ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റ് പിന്നെ മാർക്കറ്റ് പ്രൈസ് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ഈ പ്ലേലിസ്റ്റിൽ നാഷണൽ ഗോയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലേലിസ്റ്റിൽ ക്വസ്റ്റ്യൻ സോൾവിങ്ങിൻ്റെ ഇനി ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ
ഗ്രോസ് ടു നെറ്റും നെറ്റ് ടു ഗ്രോസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടു നാഷണലും നാഷണൽ ടു ഡൊമസ്റ്റിക് എന്നുള്ള ക്വസ്റ്റ്യൻസും അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും കാണുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.